നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ രാജ്യത്തെയും പൗരന്മാർക്ക് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രാ ആവശ്യങ്ങൾക്കായി സർക്കാരിൽ നിന്നും ഔദ്യോഗികമായി കിട്ടുന്ന ഏറെ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് പാസ്പോർട്ട്. ലോകത്ത് കരുത്താർജിച്ചതും അല്ലാത്തതുമായ പാസ്പോർട്ടുകളുണ്ട്. എന്നാൽ എന്താണ് ഒരു പാസ്പോർട്ടിനെ കരുത്തുള്ളതാക്കുന്നത് എന്നറിയാമോ? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് നിങ്ങളുടെ രാജ്യം നൽകുന്ന പാസ്പോർട്ട് ഉപയോഗിച്ച് എത്ര രാജ്യങ്ങളിൽ വിസയില്ലാതെ യാത്ര പോകുവാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് ഒരു പാസ്പോർട്ടിന്റെ കരുത്തുള്ളതായി മാറ്റുന്നത്. അതായത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ടായി വീണ്ടും ജപ്പാൻ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടുള്ള വാർത്തകൾ വന്നതാണ്. 199 പാസ്പോർട്ടുകളും 227 യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളും ഉൾപ്പെടുത്തിയ സൂചികയിൽ 193 രാജ്യങ്ങളിലേക്ക് ജപ്പാൻ നൽകുന്ന പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ തന്നെ പ്രവേശിക്കുവാൻ സാധിക്കും. 2018 മുതൽ തുടർച്ചയായി ഇത് 6ാമത്തെ വർഷമാണ് ജപ്പാൻ ഒന്നാം സ്ഥാനം നേടുന്നത്. അങ്ങനെ 2022 തന്നെ 2ാം സ്ഥാനം സിംഗപ്പൂരും 3ാം സ്ഥാനം ദക്ഷിണ കൊറിയയും നേടിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും പാസ്പോർട്ട് ഉടമകൾക്ക് 192 രാജ്യങ്ങളിലേക്ക് വിസാരഹിത യാത്ര നടത്തുവാൻ സാധിക്കും. 190 രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനവുമായി ജർമ്മനിയും സ്പെയിനും 3ാം സ്ഥാനത്തും 189 വീതം രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനവുമായി ഇറ്റലി, ലക്സംബർഗ് എന്നീ രാജ്യങ്ങൾ 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്ത് 188 രാജ്യങ്ങളിലേക്ക് ഡെൻമാർക്ക്, നെതർലാൻഡ്, സ്വീഡൻ എന്നിവ 5ാം സ്ഥാനവും നേടി. അതോടൊപ്പം തന്നെ 89 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം സാധ്യമാകുന്ന ഇന്ത്യൻ പാസ്പോർട്ട് 2023 പട്ടികയിൽ 85ാം സ്ഥാനമാണ് നേടിയത്. 2022 രാജ്യം 87ാം സ്ഥാനമായിരുന്നു നേടിയത്. ഈ വർഷം 2 സ്ഥാനങ്ങൾ മുന്നോട്ട് കയറുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെങ്കിലും കഴിഞ്ഞ വർഷം പ്രവേശനമുണ്ടായിരുന്ന രാജ്യങ്ങളുടെ എണ്ണം 60 ആയിരുന്നത് 2023 59 ആയിട്ടുണ്ട്. ഇന്ത്യ നേരത്തെ 2019, 2020, 2021 വർഷങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം യഥാക്രമം 82, 84, 85 എന്നിങ്ങനെയായിരുന്നു. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, അയർലൻഡ്, പോർച്ചുഗൽ 6ാം സ്ഥാനം, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, ന്യൂസിലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 7ാം സ്ഥാനം, ഓസ്ട്രേലിയ, കാനഡ, ഗ്രീസ്, മാൾട്ട 8ാം സ്ഥാനം, ഹംഗറി, പോളണ്ട് 9ാം സ്ഥാനം, ലിത്വാനിയ, സ്ലോവാക്യ 10ാം സ്ഥാനം എന്നിവയാണ് ആദ്യ 10ൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു രാജ്യങ്ങൾ. പട്ടികയിൽ അവസാന 100ാം സ്ഥാനത്ത് കോങ്കോ, ലെബനോൺ, ശ്രീലങ്ക, സുഡാൻ 42 രാജ്യങ്ങൾ. 101ാം സ്ഥാനത്ത് ബംഗ്ലാദേശ്, കൊസോവോ, ലിബിയ 41 രാജ്യങ്ങൾ. 102ാം സ്ഥാനത്ത് നോർത്ത് കൊറിയ, നേപ്പാൾ 40 രാജ്യങ്ങൾ. 103ാം സ്ഥാനത്ത് നേപ്പാൾ, പാലസ്തീൻ 38 രാജ്യങ്ങൾ. 104ാം സ്ഥാനത്ത് സൊമാലിയ, യമൻ 34 രാജ്യങ്ങൾ. 106ാം സ്ഥാനത്ത് പാകിസ്ഥാൻ 32 രാജ്യങ്ങൾ. 107ാം സ്ഥാനത്ത് സിറിയ 30 രാജ്യങ്ങൾ. 108ാം സ്ഥാനത്ത് ഇറാഖ് 29 രാജ്യങ്ങൾ. 109ാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ 27 രാജ്യങ്ങൾ എന്നിവയാണ് അവസാന സ്ഥാനത്തെത്തിയവ. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ലോക രാജ്യങ്ങൾ നോക്കാം. ഏഷ്യയിൽ ഭൂട്ടാൻ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മക്കാവോ, മാലിദ്വീപ്, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്, തിമോർ ലെസ്റ്റെ. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ, ജോർദാൻ, ഒമാൻ, ഖത്തർ. യൂറോപ്പിൽ അൽബേനിയ. ഓഷ്യാനിയയില് കുക്ക് ദ്വീപുകൾ, ഫിജി, മൈക്രോനേഷ്യ, നിയു, പലാവു ദ്വീപുകൾ, തുവാലു, വനവാട്ടു, മാർഷൽ ദ്വീപുകൾ, സമോവ. കരീബിയൻ, ബാർബഡോസ്, ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകൾ, ഡൊമിനിക്ക, ഗ്രനേഡ, ഹെയ്ത്തി, ജമൈക്ക, മോൺസെറാറ്റ്, സെന്റ് കിറ്റ്സ് ആൻഡ് നെവീസ്, സെന്റ് ലൂസിയ, സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനേഡൻസ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. അമേരിക്കയിൽ ബൊളീവിയ, എൽ സാൽവഡോർ. ആഫ്രിക്കയിൽ ബോട്സ്വാന, ബുറുണ്ടി, കേപ്പ് വെർഡെ ദ്വീപുകൾ, കൊമോറോ ദ്വീപുകൾ, എത്തോപ്യ, ഗാബോൺ, ഗിനിയ ബിസാവു, മഡഗാസ്കർ, മൗറിറ്റാനിയ, മൗറീഷ്യസ്, മെസാംബിക്, റുവാണ്ട, സെനഗൽ, സീഷൽസ്, സിറാ ലിയോൺ, സൊമാലിയ, ടാൻസാനിയ, ടോഗോ, ടുണീഷ്യ, ഉഗാണ്ട, സിംബാബ്വെ എന്നിവയാണിവ. കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യമായ സെർബിയയിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ചിരുന്നു. എന്നാൽ 2023 ജനുവരി 1 മുതൽ ഈ സൗകര്യം രാജ്യം ഒഴിവാക്കി. അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളും യൂറോപ്യൻ യൂണിയൻ വിസാ നയത്തിന്റെ ആവശ്യകതകളും പരിഗണിച്ചാണ് വിസരഹിത യാത്രാ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.